Hello, guys, welcome back to my YouTube channel. I'm back again with a casual day in my life vlog. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ? കണ്ണാടി നോക്കിയിട്ട് എന്നും രാവിലെ വന്ന് ഞാൻ ഇങ്ങനെ കണ്ണാടി നോക്കാറുണ്ടോ, ഒന്നും ചെയ്യാതെ മെലിഞ്ഞിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നത്. പ്രത്യേകിച്ച് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ അവിടെ ഇവിടെയൊക്കെ കുറച്ച് എന്തെങ്കിലും ഫാറ്റ് ലൂസ് ചെയ്തിട്ടുണ്ടോ ഞാൻ എന്നും നോക്കിയിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം പോയി മുഖം കഴുകാറുണ്ട്. മുഖം കഴുകി പല്ലൊക്കെ തേക്കുന്ന ആ സമയത്ത് കൊച്ചുബേബി നല്ല ഉറക്കമായിരുന്നു അന്നത്തെ ദിവസം. അങ്ങനെ ഞാൻ വന്ന് എൻ്റെ സ്ഥിരം സോഫ എൻ്റെ റിക്ലൈനർ ചെയർ ഇപ്പം കേടായിട്ടിരിക്കുവാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. ഞാൻ വന്നിരിക്കുന്ന സമയത്ത് ഹാപ്പി ഒരല്പം സ്നേഹത്തിനായിട്ട് എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ അവനെ ഞാൻ തലോടി ഉമ്മ വെച്ചിരിക്കുന്ന സമയം കൊണ്ട് ആശം എനിക്ക് നല്ല ചൂട് കോഫി ആയിട്ട് വന്നു കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ രാവിലെ സ്വന്തമായിട്ട് കോഫി ഇട്ട് കുടിക്കുന്നതാണ് എനിക്കൊരു നരകം പോലെയാണ്. എനിക്കത് ഒട്ടും ഇഷ്ടമല്ല. എനിക്കൊരു ദിവസം തന്നെ കുളമായിപ്പോൾ. ആരെങ്കിലും എനിക്ക് കോഫി തന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്ത് വേണമെങ്കിലും ആ ദിവസം എനിക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ രാവിലെയുള്ള പ്രോട്ടീൻ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുകയാണ് കേട്ടോ. എക്സസൈസും നടക്കുന്നില്ല, ഡയറ്റ് എങ്ങനെ നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് കൊച്ചുബേബി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബെഡിൽ നിന്നുകൊണ്ട് രണ്ടുപേരുടെയും പേര് വിളിക്കും. മമ്മ, പപ്പ, രണ്ടുപേരുടെയും പേര് വിളിക്കും കേട്ടോ. അപ്പം നമ്മൾ ആരെങ്കിലും ഒരാൾ അവിടോട്ട് ചെന്നില്ലെങ്കിൽ കുറച്ച് മൂഡ് ഔട്ടായി പോകും. തനിയെ എഴുന്നേറ്റൊക്കെ വരും, പക്ഷെ ആരെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ പുള്ളിക്കാരി ഭയങ്കര ഹാപ്പി ആവും. അപ്പോൾ മോൾ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ബെഡ് അങ്ങ് കൈയോടെ എടുത്തു വെച്ചു. അപ്പോൾ ആദ്യത്തെ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതുപോലത്തെ ഒരു ഫീൽ കിട്ടുമല്ലോ. ഈ സമയം ഞാനിവിടെ ബെഡ് മടക്കിക്കൊണ്ടിരുന്നപ്പോഴൊക്കെ ബെഡിൻ്റെ ബാക്കിൽ പോയി ഒളിഞ്ഞിരിക്കുവാണ് കേട്ടോ. കൊച്ചുബേബി എത്ര വിളിച്ചിട്ടും വരുന്നില്ലായിരുന്നു അങ്ങോട്ട്. അപ്പോൾ ഞാൻ ഷീറ്റൊക്കെ മടക്കി പതുക്കെ മമ്മ പോവാണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ റൂമിൽ നിന്ന് അങ്ങ് ഇറങ്ങി. അപ്പോഴാൾ വരുന്നില്ല, ഭയങ്കര ബിസി, ഹാപ്പിയുടെ ബെഡ് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുവാണ്. ഞാൻ പോയപ്പോൾ പുറകേന്ന് ഓടി വന്നു കേട്ടോ. ഇപ്പോൾ കൊച്ചുബേബിക്ക് ടോയ്ലറ്റ് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഡയപ്പേഴ്സിൻ്റെ ആ ഒരു ടൈം കൺസിഡറബിളി കുറച്ചിട്ടുണ്ട്. മുമ്പ് എനിക്ക് ടൈം കിട്ടാതെ വന്നിരുന്നപ്പം ആണ് ഡയപ്പേഴ്സിനെ ആശ്രയിക്കേണ്ടി വന്നിട്ടുള്ളത്. കാരണം ടോയ്ലറ്റ് ട്രെയിൻ ഞാൻ മാത്രമാണ് വീട്ടിൽ ചെയ്യുന്നത്. എനിക്ക് വേറൊരാളെ ഏൽപ്പിച്ചിട്ട് അവരുടെ ടോയ്ലറ്റ് ട്രെയിൻ ചെയ്യിപ്പിക്കാൻ പറയാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരാളുടെ മോളെ നോക്കാൻ ഏൽപ്പിക്കുമ്പം ഡയപ്പർ ഇട്ടിട്ടാണ് ഞാൻ കൊടുക്കുന്നവർക്ക് ഒരു എക്സ്ട്രാ പണി ആവാതിരിക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ ഈയിടെയായിട്ട് എനിക്ക് വലിയ ജോലിയൊന്നും ഇല്ലാതെ ഞാൻ ഈ ചെടിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ ടോയ്ലറ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു. വളരെ സക്സസ്ഫുൾ ആയിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. വേണമെങ്കിൽ ഒരു 90% സക്സസ്ഫുൾ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു 10% മിസ്റ്റേക്സ് ഒക്കെ, ആക്സിഡൻസ് ഒക്കെ ഇഷ്ടം പോലെ സംഭവിക്കും. പക്ഷെ എന്നാലും ബെറ്റർ ആയിക്കൊണ്ട് വരുന്നുണ്ട്. കിടക്കുമ്പോൾ മാത്രമാണ് ഇപ്പം ഡയപ്പർ വെച്ച് കൊടുക്കുന്നത്. കാരണം ഒരു ഇൻ കേസ് എങ്ങനെ യൂറിൻ പാസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ആക്സിഡൻറ്റ് വേണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഡയപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ അധികം നൈറ്റിൽ അങ്ങനെ യൂറിൻ പാസ് ചെയ്യാറില്ല. രാവിലെ എഴുന്നേറ്റിട്ട് ബാത്റൂമിൽ പോയി തന്നെയാണ് ഇപ്പം ടച്ച് വുഡ്. ഞാൻ പറഞ്ഞല്ലോ 90% ടോയ്ലറ്റ് ട്രെയിനിങ് സക്സസ്ഫുൾ ആണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കൊച്ചുബേബിയുടെ പതിവ് ചൂട് പാലൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ഞാൻ ഈയിടെയായിട്ട് കൊച്ചുബേബിക്ക് പഴങ്കഞ്ഞി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ശരീരം അല്പം മെച്ചപ്പെടുന്നെങ്കിൽ പെടട്ടെ എന്ന് വിചാരിച്ചാണ് പഴങ്കഞ്ഞിയൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ രാവിലെ കുറച്ച് ടൈം സാധാരണ മിസ് റേച്ചലാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇന്ന് എന്തോ മിസ് റേച്ചൽ കാണാനൊരു മൂഡില്ലായിരുന്നു കൊച്ചുബേബിക്ക്. അത് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നമ്പർ ബ്ലോക്സ് വെച്ച് കൊടുത്തു. ഇതും ആക്ച്വലി നല്ലൊരു പ്രോഗ്രാമാണ് കുട്ടികൾക്ക് വെച്ച് കൊടുക്കാനായിട്ട്. കുറേ അവർ നമ്പേഴ്സ്, കളേഴ്സ്, കുറേ വാക്കുകളൊക്കെ അവർ പെട്ടെന്ന് പഠിക്കും. പിന്നെ ഇപ്പം മോക്ക് 3 വയസ്സാവുന്നത് കൊണ്ട് തംസക്കിങ് ഭയങ്കരമായിട്ടുള്ളത് കൊണ്ടും പല്ലിൻ്റെ ഷേപ്പ് മാറുന്നുള്ളത് കൊണ്ടും കൂടി നമ്മളത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം എല്ലാ മെത്തേഡ്സും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അവസാനം ഇപ്പം എത്തി നിൽക്കുന്നത് ചെന്നി നായകം വാങ്ങിച്ച് അത് കയ്യിൽ പുരട്ടി കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഭയങ്കര സങ്കടമാണ് അത് പുരട്ടി കൊടുക്കുമ്പോൾ. പക്ഷേ അത് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. തേച്ച് കൊടുക്കുമ്പോഴത്തേക്കും ഒരു ഓപ്ഷനും ഇല്ല. അപ്പോൾ കൈ വായിൽ വെക്കാതെ ഇരിക്കുന്നുണ്ട്. നൈറ്റ് ടൈം അത് തേക്കുന്നത് നടക്കില്ല, കാരണം ഭയങ്കരമായിട്ട് ക്രാങ്കി ആയി പോകും. പിന്നെ പതുക്കെ ശരിയാവട്ടെ എന്ന് ഞാനും വിചാരിക്കുന്നു. ഇതിന് മുന്നുള്ള വ്ളോഗിൽ പറയുന്നതുപോലെ കുളിക്കുന്നത് കൊച്ചുബേബിക്ക് തനിയെ കുളിക്കാനാണ് ഇഷ്ടം. പിന്നെ ഞാൻ ശകലമൊക്കെ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്, അത്രേ ഉള്ളൂ കേട്ടോ. ആൾ നല്ല നീറ്റായിട്ടാണ് സ്വന്തമായിട്ട് കുളിക്കുന്നത്. നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ത് കൊടുത്തു. ഇന്ന് കൊച്ചുബേബിയുടെ ഹെയർ വാഷ് ഡേ അല്ല കേട്ടോ, എൻ്റെയും ഹെയർ വാഷ് ഡേ അല്ല. പക്ഷെ എനിക്കിന്ന് ഡൈ ചെയ്യാൻ പോകണം. ഞാൻ കൊച്ചുബേബിക്ക് എല്ലാ ദിവസവും തല നനയ്ക്കാറില്ല. അവരുടെ തലയിൽ നമുക്ക് എസെൻഷ്യൽ ഓയിലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ റിപ്പ് ഓഫ് ആയി പോകും ഡെയിലി ഇങ്ങനെ മുടി ഷാമ്പൂ ഒക്കെ ഇട്ട് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഞാൻ ഓൾട്ടർനേറ്റ് ഡേയ്സ് ആണ് തലമുടി കഴുകി കൊടുക്കാറുള്ളത്. ദേഹം എന്നും കഴുകാറുണ്ട്. നമ്മ എവിടെ മൂച്ച് കഴിക്കും കാണിച്ച് അപ്പോൾ ടോയ്ലറ്റിൽ പോകണം എന്നൊക്കെ പറയാനൊക്കെ പഠിച്ചു കഴിഞ്ഞു കൊച്ചുബേബി, കണ്ടല്ലോ അല്ലേ. അപ്പം ഞാൻ ഡ്രസ്സപ്പൊക്കെ ചെയ്ത് പോവാണ്. നല്ല സലൂണിൽ പോവല്ലേ, അപ്പോൾ കുറച്ച് വൃത്തിക്ക് പോവാം എന്ന് തന്നെ വിചാരിക്കുന്നു. അതും മറ്റൊന്നും കൊണ്ടല്ല, എനിക്ക് സലൂണിൽ പോയിട്ട് വന്നതും എനിക്ക് നേരെ ഡാൻസ് ക്ലാസ്സിലോട്ട് കയറണം. അപ്പം കുറച്ച്
വന്നിട്ട് പിന്നെ റെഡിയായിട്ട് കയറാനുള്ള ടൈം എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾ കണ്ടോ എൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ 81 വയസ്സുകാരിയെ നിങ്ങൾ കണ്ടോ? സത്യം പറഞ്ഞാൽ ഡൈ അടിച്ചില്ലെങ്കിൽ എൻ്റെ മുടി മൊത്തം വെളുക്കും കേട്ടോ. എനിക്ക് ഫുള്ള് നരച്ച മുടിയാണ്. അപ്പം ഞാൻ കൊച്ചു ബേബി ആശമ്മയെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഇറങ്ങി. അമ്മയ്ക്ക് ഇപ്പോൾ ക്ലാസ് ഉണ്ട്, പക്ഷെ ഞങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കാണ് അമ്മ വന്നത്. കൊച്ചു ബേബി ശകലം കരച്ചിലൊക്കെ ആയിരുന്നു. പക്ഷെ എൻ്റെ പ്രതീക്ഷ അമ്മാട്ടു വരുമ്പോഴത്തേക്കും കൊച്ചുബേബിയുടെ കരച്ചിൽ മാറും എന്നുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ അർജുൻ ചേട്ടനാണ് എന്നെ സലൂണിൽ കൊണ്ടാക്കിയത്. ഞാൻ സ്ഥിരം പോകുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്ത് അമ്പലമുക്കിലുള്ള D&A ബ്യൂട്ടി സ്റ്റുഡിയോയിലാണ് ഞാൻ പോകുന്നത്. എനിക്ക് അവിടെയാണ് കംഫർട്ടബിൾ. ഞാൻ എൻ്റെ എല്ലാ ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ്സും അവിടെ നിന്നാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അർജുൻ ചേട്ടൻ എന്നെ കൊണ്ടാക്കി എന്തൊക്കെ തമാശ പറഞ്ഞിരിക്കുവാണ് കേട്ടോ. ഞാൻ അവിടെ പോയിട്ട് ഹെയർ വാഷ് ചെയ്തു. ഹെയർ വാഷ് ചെയ്തതിന് ശേഷം ആണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. നമ്മൾ ഭയങ്കര നെക്ക് ടു നെക്ക് ടൈമിലാണ് ഇവിടെ വന്നത് കേട്ടോ. ഒട്ടും ടൈമില്ല. നമ്മൾ ചടപടേന്ന് നമ്മൾ ഡൈ ഒക്കെ മൊത്തം വാരി പറക്കി തേച്ച് ആ ഒരു കവർ കണ്ടോ, അതിൽ എന്നെ കെട്ടി പൊതിഞ്ഞു ഗൈസ്. അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്തു. ഒരുവിധം കളർ പിടിച്ചു കേട്ടോ. ഞാൻ വിചാരിച്ചു കളർ പിടിക്കില്ലായിരിക്കും ഇത്രയും പെട്ടെന്ന് വാഷ് ചെയ്ത് കൊണ്ടുവന്ന്. പിന്നെ ഞാൻ അധികം ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്യാൻ നിന്നില്ല, കാരണം ഓൾറെഡി ലേറ്റ് ആവുന്നുണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് ക്ലാസ്സിലോട്ട് പോകണമായിരുന്നു. അപ്പോൾ ഓട്ടോയിൽ നാച്ചുറൽ കാറ്റ് കൊണ്ട് എൻ്റെ മുടി ഉണക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ഒടുക്കത്തെ മഴ. എൻ്റെ മുടിയിൽ ഇല്ലാത്ത വെള്ളവും കൂടെ ഓട്ടോ ഒന്ന് തെറിച്ച് എൻ്റെ തലയിലോട്ടും കൂടെ വീണു. സന്തോഷമായി. എനിവേ ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേക്കും കൊച്ചു ബേബിക്ക് കരച്ചിൽ കേട്ടോ. എൻ്റെ കൂടെ അങ്ങ് നിൽക്കാഞ്ഞിട്ട് വയ്യ. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, വന്ന ഉടനെ എനിക്ക് വീണ്ടും ക്ലാസ്സിലേക്ക് പോകേണ്ടി വന്നു. അങ്ങനെ ഞാൻ നേരെ ക്ലാസ്സിലേക്ക് കയറി. ഞാൻ വരുന്ന ആ ഒരു ടൈം വരെ ക്ലാസ് മാനേജ് ചെയ്തത് അമ്മയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ലേറ്റായിട്ട് വന്നത് പ്രശ്നമില്ലായിരുന്നു. ഇത് എൻ്റെ മോഹിനിയാട്ടം ബാച്ചാണ്. ഇതിന് മുന്നേ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവരവർ അരങ്ങേറ്റത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 ബാച്ചുകാരുണ്ട്, ഒന്ന് മോഹിനിയാട്ടവും ഒന്ന് ഭരതനാട്യവും. അവർ രണ്ടുപേരും അവരുടെ അരങ്ങേറ്റത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ ഡാൻസ് ക്ലാസ്സസിൻ്റെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണ് എന്നറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ക്ലിപ്പിംഗ്സ് ഒക്കെ ഈ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്കൊരു 8 മണി വരെയൊക്കെ ക്ലാസ് ഉണ്ടായിരുന്നു. ക്ലാസ് കഴിഞ്ഞ് വിശന്ന് കത്തിയാണ് ഞാൻ വന്നത്. കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞാൻ നേരെ സലൂണിലോട്ട് പോയിട്ട് പിന്നെ ഡയറക്റ്റ് ക്ലാസ്സിൽ കയറിയതുകൊണ്ട് എൻ്റെ ഒരു മീല് സ്കിപ്പായിപ്പോയി. അപ്പോൾ ഞാനിങ്ങനെ വിശന്ന് കണ്ണ് തള്ളി വന്നിരിക്കുമായിരുന്നു. ആ ടൈമിൽ കൊച്ചുബേബിയുടെ പപ്പയും കൂടെ ഒളിച്ച് കളിക്കുവാണ് കേട്ടോ. അർജുൻ ചേട്ടൻ ഫ്രീ ആണെങ്കിൽ മോസ്റ്റ്ലി കൊച്ചുബേബി ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും. പക്ഷെ അർജുൻ ചേട്ടൻ അല്ലാതെ വേറെ ആരെങ്കിലുമൊക്കെ ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ ശകലം വാശിയൊക്കെ കാണിക്കാറുണ്ട്. അല്പം പാടുപെടുത്തും അവരെയൊക്കെ. അപ്പം ഞാൻ വന്നോണ്ടേ എനിക്ക് വിശന്നെങ്കിലും ആദ്യം എനിക്ക് കഴിക്കാൻ സാധിച്ചില്ല. മോക്ക് കൊടുക്കേണ്ടി വന്നു കേട്ടോ. മോക്കും വിശന്നു പോയി. അപ്പം ഞാൻ വിചാരിച്ചു ആദ്യം മോക്ക് കൊടുത്തതിന് ശേഷം ഞാൻ കഴിക്കാം. അങ്ങനെ മോക്ക് ഫീഡൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കും നമ്മുടെ ബിഗ് ബോസിൻ്റെ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ടൈം ആയിരുന്നു. അങ്ങനെ ഞാനത്
എനിക്കത് മിസ് ചെയ്യാതെ കാണണം കേട്ടോ. എനിക്ക് വീക്കെൻഡ് എപ്പിസോഡ്സ് ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഞാൻ റെഗുലറായിട്ട് ബിഗ് ബോസ് കാണാറുണ്ട്. പക്ഷെ ഞാൻ ലൈവ് ഒന്നും അങ്ങനെ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. എപ്പിസോഡ്സ് ചിലതൊക്കെ മിസ്സാവും, ചിലതൊക്കെ ഞാൻ റെഗുലറായിട്ട് കാണാറുണ്ട്. പക്ഷെ വീക്കെൻഡ് എപ്പിസോഡ്സ് ഞാൻ ഒരിക്കലുമേ മിസ് ചെയ്യാറില്ല. ലാലേട്ടൻ വരുന്ന എപ്പിസോഡ്സ് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്, ഞാൻ കാണാറുണ്ട്. അപ്പോൾ അത് കണ്ടുകൊണ്ടിരുന്ന സമയം കൊണ്ട് കൊച്ചുബേബി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞല്ലോ, അപ്പം ഉറങ്ങിപ്പോയി. അപ്പം ഞാൻ മോളെ കൊണ്ട് പതുക്കെ കിടത്തിയിട്ട് വന്ന് ബാക്കിയൊക്കെ കണ്ട് ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എനിക്ക് അതിനിടയ്ക്കൊന്ന് എഴുന്നേറ്റ് പോയി ഡോഗ്സിന് ഫുഡൊക്കെ കൊടുത്തിരുന്നെങ്കിൽ കൊള്ളാം എന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ എപ്പിസോഡിൽ അങ്ങ് മുഴുകി പോയത് കൊണ്ടും എനിക്കത് കംപ്ലീറ്റ് ചെയ്തിട്ട് പോയാൽ മതി എന്നൊരു തോന്നലുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ മടിച്ച് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പം മോളെ കൊണ്ട് കിടത്തുന്ന ആ ടൈം അവിടെ ആഡ് നടക്കുമായിരുന്നു. ആ സമയം കൊണ്ട് അവിടെ മോള് മെസ്സിയാക്കി ഇട്ടിരിക്കുന്ന കുറച്ച് ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് എവിക്ഷൻ ഡേ ആണല്ലോ, അപ്പോൾ ഞാൻ എവിക്ഷൻ്റെ ആ ഒരു ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ കാണുന്ന എപ്പിസോഡിൽ നോറായിരുന്നു എവിക്റ്റ് ആയത്. അതോടെയാണ് ആ എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്. അതൊക്കെ കണ്ടതിന് ശേഷമാണ് ഞാൻ പതുക്കെ എൻ്റെ ബാക്കിയുള്ള ആക്ടിവിറ്റീസിലാണ് പോയത്. ഞാൻ ഡെയിലി വ്ളോഗ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിലും എനിക്ക് പെട്ടെന്ന് എന്തോ ഫുഡ് എടുത്ത് ഓരോ ഡോഗ്സിനെ കൊടുക്കുന്നത് അതൊക്കെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ ഒരു മടി തോന്നിയപ്പോഴത്തേക്കും ഭയങ്കര മഴയോ ആയിപ്പോയി. അപ്പം ഞാൻ പിന്നെ ക്യാമറയും ഫോണും കൊണ്ട് പുറത്തോട്ട് പോയില്ല. ജസ്റ്റ് ഫുഡ് എടുക്കുന്നതും അങ്ങനെയൊക്കെ കുറച്ച് വിഷ്വൽസ് മാത്രമേ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾ എൻ്റെ ഡോഗ്സിനെയൊക്കെ മിക്കവാറും എല്ലാ വീഡിയോസിലൊക്കെ കാണാറുണ്ടല്ലോ. അപ്പം ഞാൻ ഈ വ്ളോഗിൽ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് ഫുഡ് കൊടുക്കുന്ന വിഷ്വൽസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അവർക്ക് ഫുഡ് എടുക്കുന്നത് കൊണ്ട് വെച്ചിട്ട് പിന്നെ ബാക്കി കുറച്ച് ചെറിയ ആക്ടിവിറ്റീസ് അങ്ങനെയൊക്കെ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. എന്തായാലും ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ ഒരു ഷട്ടിൽ കളിക്കാനായിട്ടുള്ള ഒരു സംവിധാനമൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളതുകൊണ്ട് രാത്രിയാണെങ്കിൽ നല്ല സൂപ്പർ വെളിച്ചമാണ് അവിടെയൊക്കെ. മറ്റേത് കുറച്ച് ഇരുണ്ടിരിക്കുമായിരുന്നു കേട്ടോ. നമ്മൾ രാത്രി ഫുഡ് കൊടുക്കാനൊക്കെ പോകുമ്പോഴത്തേക്കും ഒട്ടും വെളിച്ചമില്ലാത്ത പോലെ തോന്നും. ഇപ്പം കുറച്ച് നല്ല ലിറ്റാണ് ആ ഏരിയ മുഴുവനും. അപ്പം ഞാൻ ഫുഡൊക്കെ കൊടുത്ത് എല്ലാവരും തുറന്നു വിട്ട് കൂട്ടിലൊക്കെ കയറ്റിയതിന് ശേഷം ഞാൻ വന്ന് ലിവിങ് റൂമൊക്കെ ഫുൾ ക്ലീൻ ചെയ്തു. എനിക്ക് വേറെ ഏത് ഭാഗം വൃത്തിയായിട്ട് കിടന്നാലും എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ലിവിങ് റൂം കുളമായിട്ട് കിടന്നാൽ എനിക്ക് ഭയങ്കരമായിട്ട് അതെൻ്റെ മൂഡിനെ എഫക്റ്റ് ചെയ്യും കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ടൊരു ഒരുമാതിരി ഇറിറ്റേഷനും ദേഷ്യമൊക്കെ വന്നു തുടങ്ങും. അപ്പം ഞാൻ മാക്സിമം ലിവിങ് റൂം എപ്പോഴും ഒരു പീസ്ഫുള്ളായിട്ടും വളരെ ക്ലീനായിട്ടും വെക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. മോളെ വെച്ചോണ്ട് അറിയാമല്ലോ, നമുക്ക് എപ്പോഴും പാടാണ്. ഒത്തിരി റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ അതെല്ലാം കഴിഞ്ഞിട്ട് ഹാപ്പിക്ക് ഫുഡ് കൊടുത്തു. ഹാപ്പിക്കാണ് ഏറ്റവും ലാസ്റ്റ് ഫുഡ് കൊടുത്തു കേട്ടോ. അപ്പോൾ അവൻ നല്ല ക്ഷമയോടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് പെട്ടെന്നൊരു ബോധോദയം ഉണ്ടായിരുന്നു. എനിക്ക് ഹാൻഡ്സും ലെഗ്സും ഒക്കെ എനിക്ക് പെട്ടെന്ന് ക്ലീൻ ആക്കണം, എനിക്ക് ഹെയറി ആയിട്ട് വെക്കണ്ട എന്നെനിക്ക് പെട്ടെന്ന് ഒരു ബോധോദയം വന്നു. അങ്ങനെ ഞാൻ തീരെ ആരോഗ്യമില്ലായിരുന്നു, കാരണം ഇത് നല്ല ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണല്ലോ. പക്ഷെ ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാൻ ആ ദൗത്യം ഏറ്റെടുത്തു. അങ്ങനെ മണിക്കൂറുകൾ നീണ്ട നീരാട്ടിന് ശേഷം സംതൃപ്തിയായിട്ട് ഞാൻ പുറത്ത് വന്നു. മറ്റേ കൈയൊക്കെ നല്ല ബട്ടറി സോഫ്റ്റ് കേട്ടോ. പിന്നെ കിടക്കാൻ പോവാണ്. നിങ്ങൾ എന്തിനാണ് പെർഫ്യൂം അടിക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും. ഞാൻ വീട്ടിലും പെർഫ്യൂമൊക്കെ അടിച്ച് മണമണാന്ന് നടക്കുന്ന ഒരാളാണ്. നമ്മുടെ വീട്ടിലെല്ലാവരും അങ്ങനെയാണ് കേട്ടോ. വീട്ടിലും പെർഫ്യൂമൊക്കെ അടിക്കും. എൻ്റെ ഡാഡി അങ്ങനെയായിരുന്നു. ഡാഡി ഇങ്ങനെ ഒരു റൂമിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ആ റൂം ഫുൾ ഡാഡിയുടെ പെർഫ്യൂമിൻ്റെ ഫ്രേഗ്രൻസ് ഇങ്ങനെ ലിങ്കർ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമാണ്. അപ്പം ഞാൻ അത്രയും ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ നെയിൽ പോളിഷ് ഇങ്ങനെ എലി കരട്ടിയതുപോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതും കൂടെ ക്ലീൻ ചെയ്തു. അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും മോൾ എഴുന്നേറ്റ് പോയതിന് ശേഷം ബെഡ് കുറച്ച് മെസ്സിയായിട്ടും അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതൊക്കെ എടുത്ത് കഴിഞ്ഞ് വെച്ചിട്ട് കിടക്കാൻ പോവാമെന്ന്. അപ്പം രാവിലെ എഴുന്നേറ്റ് വരുന്നതൊരു ക്ലീൻ റൂമിലോട്ടാണെങ്കിൽ നമുക്കതൊരു സന്തോഷമല്ലേ. അങ്ങനെ അപ്പം ഇത്രയും ചെയ്തപ്പോൾ തന്നെ എൻ്റെ നടു ഒടിഞ്ഞു കേട്ടോ. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് കൈയും കാലും എല്ലാം ക്ലീനാക്കി, പക്ഷെ മീശ അത് ഞാൻ മറന്നുപോയി. അപ്പം തന്നെ ഞാൻ ബ്ലേഡ് എടുത്തു, മീശയും ക്ലിയർ ചെയ്തു, ഐബ്രോസും ക്ലിയർ ചെയ്തു. ഞാനിപ്പോൾ ത്രെഡ് ചെയ്യാൻ പോയിട്ടൊക്കെ വർഷങ്ങളായി കേട്ടോ. ഞാൻ സ്വന്തമായിട്ടാണ് ഐബ്രോസൊക്കെ ഷേപ്പ് ചെയ്യുന്നത്, എനിക്ക് വേദന സഹിക്കാൻ വയ്യില്ലാത്തത് കൊണ്ട്. അപ്പോൾ നമ്മുടെ നൈറ്റ് ടൈം പ്രെപ്പിൻ്റെ ഏറ്റവും ലാസ്റ്റ് സെഗ്മെൻ്റാണ് ഈ ലിപ് ബാം കേട്ടോ. അതിട്ട് കഴിഞ്ഞു, ഞാൻ റെഡിയായി. ഞാൻ പറഞ്ഞില്ലേ ഉറങ്ങാൻ പോകുമ്പോൾ മാത്രം ഞാൻ ഡയപ്പർ യൂസ് ചെയ്യാറുണ്ട് കൊച്ചു ബേബിക്ക്. ഡയപ്പറൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഇങ്ങനെ ഒന്നും കയ്യിലൊന്നും മോയ്സ്ചറൈസറൊന്നും യൂസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇന്നെന്തോ സ്കിൻ നല്ല വളവളാന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ യൂഷ്വലി വീക്കെൻഡ്സ് ഭയങ്കര ഹെക്റ്റിക്കാണ്. പക്ഷേ ഇന്നത്തെ ദിവസം അത്ര ഹെക്റ്റിക്കൊന്നും ആയിരുന്നില്ല. ഒരു സിമ്പിൾ ഡേ ആയിട്ടങ്ങ് പോയി. എനിക്ക് ഷൂട്ട് ചെയ്യാനും കുറച്ച് എളുപ്പമൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സിമ്പിൾ ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ഇങ്ങനെയുള്ള ഡെയിലി വ്ളോഗ്സ് നിങ്ങൾ എൻജോയ് ചെയ്യുന്നു എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഇതൊക്കെ ഇടുന്നത്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻസിൽ എഴുതൂ, ഞാൻ വായിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ലവ് യു ഗൈസ് സോ മച്ച് ആൻഡ് താങ്ക് യു സോ മച്ച്. നമ്മളിപ്പോൾ ഒരു 6,50,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്.
താങ്ക് യു സോ മച്ച്. കീപ് സപ്പോർട്ടിങ്. നമുക്ക് ഇത്രയും പെട്ടെന്ന് തങ്ക ബട്ടൺ വീട്ടിലേക്ക് കൊണ്ടുവരണം ഗൈസ്. ഓക്കെ, അപ്പോൾ ബൈ. നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാമേ. ടാറ്റാ.